ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റിച്ച് വോയിസ് ന്യൂ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഈ തമ്മിൽ കണ്ട പോലെ എനിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എനിക്ക് എന്താണ് ആക്സിഡൻറ്റ് പറ്റിയത്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഞാനിതിൽ പറയണത്. അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ജസ്റ്റ് ഒരു ഇങ്ങനൊരു വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചു എന്ത് പറ്റി, എങ്ങനെയാണ് വീണത്. അപ്പോൾ എനിക്ക് കുറേ പേരോട് എനിക്ക് റിപ്ലൈ തരാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പരമാവധി റിപ്ലൈ കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അയക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ, അതൊരു കുറച്ച് ലെങ്തി വീഡിയോ ആണ്, അതായത് 5-6 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കാണാൻ താല്പര്യമുള്ളവർ സ്റ്റിക്ക് ഓൺ ടു മൈ വീഡിയോ, അല്ലാത്തവർക്ക് മാറിപ്പോവാം അല്ലെങ്കിൽ അറിയണവർക്ക്. അപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടല്ല ലാസ്റ്റായിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കണത്. പിന്നെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നതാണ് ഇപ്പോൾ 2024 മെയ് 22 ബുധനാഴ്ചയാണ്. എനിക്ക് അമല ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക്, അതായത് വെല്ലങ്ങുംകുന്ന് ഒരു ചെറിയൊരു തൃശ്ശൂരിലത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അവിടേക്ക് തിരിയണ വഴിയുടെ ഫ്രണ്ടിൽ ഒരു വലിയ ഗട്ടറുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ പോകുന്ന സമയത്ത് എൻ്റെ മുമ്പിലൊരു കാറുള്ള കാരണം എനിക്കത് കാണാൻ പറ്റിയില്ല. അതായത് അടുത്തെത്തിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ആ ഗട്ടറിൽ വീഴാതിരിക്കാൻ ഞാൻ ഓടിച്ചതാണ്. സ്കൂട്ടറിൻ്റെ ആണെങ്കിൽ iQube, TVSൻ്റെ iQube ഇലക്ട്രിക്കിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ആ ഗട്ടറിൽ വീഴാതെ ഓടിച്ചപ്പോൾ നേരെ അടുത്തൊരു ഗട്ടറിലാണ് വീണത്. അപ്പോൾ എൻ്റെ ബാലൻസ് തെറ്റി ഞാൻ അങ്ങനെ തന്നെ അതിന് നടുക്കിലൊരു കോൺക്രീറ്റിൻ്റെ ഡിവൈഡർ ഉണ്ടായിരുന്നു. ആ ഡിവൈഡറും ഇടിച്ചിട്ടാണ് ഞാൻ വീഴണത്. വയറാണ് ഇടിക്കണത് കേട്ടോ. വയറിടിച്ചിട്ട് വീഴുന്നു. പിന്നെ മുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അന്നത്തെ ആ ഡ്രസ്സ് എന്ന് പറയണത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടായിരുന്നു. ആ ഷർട്ട് കീറി ഭയങ്കരമായിട്ട്, കാരണം വെച്ചാൽ ജീൻസും കീറി, ഷർട്ടും ഈ വയറിൻ്റെ അവിടെയൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആരും കണ്ടില്ല, വേഗം എഴുന്നേറ്റ് പോവാം എന്നുള്ള രീതിയിൽ എനിക്കാ നോക്കുമ്പോൾ എൻ്റെ മുട്ട് എനിക്ക് കുത്താൻ പറ്റണില്ല. അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി, ആരൊക്കെ കുറച്ച് വണ്ടി ഒരു 10 മീറ്റർ നീങ്ങിയിട്ടൊക്കെയാണ് കിടക്കേണ്ടായിരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ആൾക്കാരെ എവിടേക്കോ കയറ്റി വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ ഡിവൈഡറും ഇരിക്കാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാർ കൈ കാട്ടുന്നുണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്. ഓട്ടോറിക്ഷ നിർത്തുന്നില്ല, പിന്നെ കാറുകൾ കൈ നീട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഞാൻ വീണ സമയത്ത് എൻ്റെ ബാക്കിലൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു. അത് സ്കിഡ് ചെയ്ത് ജസ്റ്റ് നിർത്തി, ഒരു ജീപ്പ് പോലത്തെ വണ്ടി. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ തൃശ്ശൂർക്കാർക്ക് പ്രത്യേകം അറിയാം, അമല ഹോസ്പിറ്റലിൻ്റെ ആ റോഡ് എന്ന് പറയുന്നത്, നമ്മുടെ ശോഭ സിറ്റി കഴിഞ്ഞിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് ഫുൾ നമ്മുടെ കോഴിക്കോട് ലിമിറ്റഡ് ബസ്സുകളൊക്കെ മത്സരിച്ച് ഓടിക്കണതാണ്. ആ ഒരു റൂട്ടിൽ കൂടെ അത്രയും സ്പീഡിൽ ഹോൺ അടിച്ചിട്ട് അതുകൂടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അത്രയും സ്പീഡിലാണ് വണ്ടികളൊക്കെ പോവുക. അപ്പോൾ ഭാഗ്യത്തിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത്. കാരണം വെച്ചാൽ ദൈവം ഉള്ള കാരണമാണ് എനിക്കിപ്പോൾ ചെറുവക പരിക്കിലൂടെ, ഇതുപോലെ കാലുമുട്ടിലും ഇങ്ങനെ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പരിക്കുകൂടെ ഞാൻ രക്ഷപ്പെട്ടത്. ഒരു പക്ഷേ ബാക്കിൽ ഒരു വലിയ ബസ്സോ അല്ലെങ്കിൽ എന്തോ ആയിരിക്കോട്ടെ വണ്ടി വന്ന് ഇടിച്ചെങ്കിൽ നമ്മൾ കൈമക്കോടെ കാലുമക്കോടെ വണ്ടി കയറി പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞില്ല. പിന്നെ ഇപ്പോൾ ഒരാഴ്ചയാണ് റെസ്റ്റ് എടുക്കേണ്ട വന്നുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഇനി മാസങ്ങളോളം വർഷങ്ങളോളം ചിലപ്പോൾ അങ്ങനെ കിടക്കേണ്ട വരും. അപ്പോൾ ദൈവത്തിന് ഒരുപാട് നന്ദി ഇങ്ങനെ ഉണ്ടായതിന് തന്നെ, ചെറിയ രീതിയിൽ പോയതിന് തന്നെ. അപ്പം ഞാൻ ആ ഡിവൈഡറും ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം വെച്ചാൽ ആൾക്കാരെ അങ്ങനെ നിർത്തണില്ല. അങ്ങനെ അവസാനം ഒരു കാറിൽ വന്ന 2 ചേട്ടന്മാർ അവർ നിർത്തി. ഞാൻ ആ കാറിൻ്റെ ബാക്കിൽ കയറി. അപ്പം എൻ്റെ ബാഗുണ്ട്, ഫുഡിൻ്റെ ഒരു ബാഗുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാർ കയറ്റി വെച്ച് തന്നു, ഹെൽമെറ്റും കയറ്റി വെച്ച് തന്നു. അങ്ങനെ നേരെ അമല ഹോസ്പിറ്റൽ അടുത്തായതുകൊണ്ട് അമല ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ലാന്ന് വെച്ചാൽ കാൽവേദനയുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഞാൻ എങ്ങനെയെങ്കിലും വേഗം വീട്ടിലേക്ക് കോൾ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ വീൽ ചെയർ എന്ന് പറഞ്ഞപ്പോൾ കാഷ്വാലിറ്റി, എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു, അയ്യോ കാഷ്വാലിറ്റി പോവുകയാണെങ്കിൽ ഇത് തന്നെ വേണം, ഏത് സ്ട്രക്ചറിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ട്രക്ചറിലൊക്കെ കയറി. അപ്പോൾ ഞാൻ പണ്ട് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, 7ാം ക്ലാസ്സിൽ വീണപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോഴായിരുന്നു അത് വീണത്. ആ സമയത്ത് റോഡിൽ വീണപ്പോൾ എൻ്റെ മുഖത്തായിരുന്നു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത്. മുഖം ഒരഞ്ഞിട്ടാണ് വീണത്. അതിന് ശേഷം ഇപ്പോഴാണ് ചെറുവക സ്ക്രാച്ചുകളായിട്ട് ഈ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവണത്. അപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനെ സ്ട്രക്ചറിൽ കയറി എൻ്റെ ബാഗൊക്കെ വെച്ചും ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉന്തി കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് വീട്ടിൽ വിളിക്കണം. പിന്നെ ആ ഒരു വീഴ്ചയിൽ നമുക്ക് ആർക്കായാലും ഒരു പേടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ അവിടെ എത്തി. അതിന് ശേഷം ഹോസ്പിറ്റലിൽ എനിക്ക് അപ്പോൾ പെയിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എന്നോട് പല ഡോക്ടേഴ്സ് വന്നിട്ട് ചോദിച്ചു പെയിൻ കില്ലേഴ്സ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ എനിക്ക് പെയിൻ കില്ലേഴ്സ് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടുകാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അവർ ഓരോ സ്കാനിങ്ങും, അതുപോലെ നമ്മുടെ വയർ ഇടിച്ചിട്ട് വീണ കാരണം വയറും ചെസ്റ്റും എല്ലാ ഭാഗവും ഒന്ന് അവർ സ്കാൻ ചെയ്തു. പിന്നെ കാൽമുട്ടും കാലിൻ്റെ കന്നിഭാഗവും എക്സ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എക്സ്റേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് നടക്കാൻ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ Day 3 ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇതുണ്ടായിട്ട്.
അപ്പോൾ ഇതെനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളിത് എപ്പോഴാണ് കാണണേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അത് മാത്രമല്ല, ഒരു ചെറിയൊരു സന്തോഷ വാർത്ത ഞാൻ ഇതിനിടയിൽ പറയുകയാണ്. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ 8,000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ 8,000 ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടാം. എങ്ങനെ പുതിയൊരു യൂട്യൂബ് തുടങ്ങുന്ന ഒരാൾക്കാർക്ക് അതിൽ ഉപകാരപ്പെടാമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ, ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ആ വീഡിയോ ഇടാം. അപ്പോൾ അത് എല്ലാവരും കാണാം. അങ്ങനെ ഞാൻ കിടന്നപ്പോഴും ഞാൻ പെയിൻ കില്ലേഴ്സ് ഒന്നും ഇല്ല. അവർ TTയുടെ ഒരു ഇഞ്ചക്ഷൻ തന്നു. അതിന് ശേഷം ഞാൻ എന്താ പറയുക, അപ്പോഴേക്കും വീട്ടുകാർ വന്നു കേട്ടോ. വീട്ടുകാർ വന്നപ്പോൾ എനിക്ക് ആരോഗ്യം കൂടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീഡിയോസൊക്കെ ഇട്ടു. കാരണം ഇതൊരു അവയർനെസ് ആയിക്കോട്ടെ. കാരണം വെച്ചാൽ മഴക്കാലം ആവാനാണ് പോണേ. അപ്പോൾ മഴക്കാലത്ത് ഇതുപോലെ ഗട്ടറൊന്നും കാണില്ല. അപ്പോൾ അതിനിടയിൽ എനിക്കൊരു ആൾ എന്നോട് ചോദിച്ചു, എൻ്റെ ഒരു അങ്കിള് ചോദിച്ചു എന്താന്ന്, അതായത് നിനക്ക് സ്ഥിരം പോണ റൂട്ടായതുകൊണ്ട് നിനക്ക് ആ ഗട്ടർ ഒന്ന് ശ്രദ്ധിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്കിളിനോട് പറഞ്ഞു, എൻ്റെ അങ്കിളെ 1000 കുഴികൾ നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഞാൻ വല്ല ബുദ്ധിജീവിയൊക്കെ ആവേണ്ട വരും, അല്ലെങ്കിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ, ഗിന്നസ് ബുക്കിലൊക്കെ എൻ്റെ പേര് വരേണ്ട വരും. കാരണം വെച്ചാൽ ആ റൂട്ടിൽ ഫുൾ കുഴികളാണ്, ചെറുതും വലുതുമായിട്ടുള്ള കുറേ കുഴികളുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓടിക്കേണ്ടെന്ന് വിചാരിക്കേണ്ടി വരും ബൈക്കൊക്കെ. അപ്പോൾ ബൈക്കിനും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരണത്, ഇങ്ങനെ ഗട്ടറിൽ വീഴുമ്പോൾ മറയാനുള്ള ചാൻസ് വരണത്. അങ്ങനെ ഞാൻ എത്ര മണിക്ക്, ഒരു 11 മണി, കാലത്ത് 11 മണിക്ക് അമല ഹോസ്പിറ്റലിൽ കയറി. ഒരു 1 മണി 2 മണിക്ക് ആയപ്പോൾ എക്സ്റേ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് പെയിനുള്ള പോലെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ്, അപ്പോൾ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നു എക്സ്റേ എടുക്കാൻ. അപ്പോൾ ഞാൻ ഏതാണ്ട് ഒരു വണ്ടർല അല്ലെങ്കിലും അങ്ങനത്തെ ഒരു റൈഡിൽ കയറിയിരിക്കണ പോലെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 2:30 ആയപ്പോൾ നന്നായി വേദന എടുത്തു തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ മമ്മിയോട് പറഞ്ഞു, പെയിൻ കില്ലർ തന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവരെനിക്കൊരു ടാബ്ലറ്റ് എടുത്ത് തന്നു ഡോക്ടറിനോട് പറഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം എന്താ പറയുക, കണ്ണീര് അവിടെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു എന്താ പറയുക 3:30 സമയത്ത് തിരിച്ച് വീട്ടിലോട്ട് എത്തി. അത് ഓട്ടോറിക്ഷയിലാണ് പോയത് തിരിച്ച്. അപ്പോൾ അത് നല്ല രസമായിരുന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ ഈ ഗ്യാപ്പിൽ ഇപ്പോൾ കാണാം. എന്താ പറയുക, ഇങ്ങനെ പാടമൊക്കെ കണ്ട് കാല് നീട്ടി വെച്ചിട്ട് ഉള്ള ഒരു യാത്രയായിരുന്നു അത്. അങ്ങനെ വീടെത്തി, സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ വേഗം ഒരു മിനിറ്റ് ഓഫ് അവെയർനെസ് വീഡിയോ, മഴക്കാലമാണ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞ വീഡിയോ ഇട്ടു. അതിന് ശേഷമാണ് എനിക്ക് കുറേ മെസ്സേജസ് വന്നത് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ ദിവസം രാത്രി നല്ല പെയിൻ എന്ന് വെച്ചാൽ ഒരു 6:30 തൊട്ട് എനിക്ക് ഒട്ടും പറ്റണില്ല. അതായത് നമുക്ക് എപ്പോഴും ഉണ്ടായ പക്ഷേ അധികം വേദന ഉണ്ടാവില്ല, പിറ്റേ ദിവസത്തേക്കാണ് കൂടുതൽ വേദന വരാം. അങ്ങനെ ഭയങ്കര പെയിൻ വന്നു തുടങ്ങി. അതിൻ്റെ ഇടയിൽ എൻ്റെ അയൽവാസികളൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചില ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ വരുന്ന ഒരു ടീം ചോദിച്ചു ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരട്ടെ എന്നൊക്കെ, ആപ്പിളിനൊക്കെ വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട അതൊന്നും കൊണ്ടുവരണ്ട, എനിക്ക് ലൈറ്റായിട്ട് EFCയോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീമോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരണ ഫ്രണ്ട്സൊക്കെ കൊണ്ടുവന്നത് ഈ പറഞ്ഞ പോലെ ബിരിയാണി, ചോക്ലേറ്റ്സ്, അതുപോലെ ഐസ്ക്രീം ഇതൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താ പറയുക, അന്നത്തെ ദിവസം നല്ല പെയിനായിരുന്നു. പിറ്റേ ദിവസവും പെയിൻ കുറച്ച് കുറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ മറ്റേ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ഈ ബാൻഡേജൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഫിസിയോതെറാപ്പിസ്റ്റാണ്, ആൾ വന്നിട്ട് ഡെറ്റോളിൽ ഇട്ടിട്ട് നല്ല ഊരലങ്ങോട്ട് ഊരി, അതായത് സമയം എടുത്തിട്ടായാലും ഊരി. പക്ഷെ അതിന് ശേഷം നല്ല വേദനയായിരുന്നു, അതായത് ഒടുക്കത്തെ വേദന എന്ന് വെച്ചാൽ ഒടുക്കത്തെ വേദനയായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കണം, ദൈവം ഇതൊക്കെ ഒരു വേദനയാണോ? കാരണം വെച്ചാൽ എത്ര പേർക്ക് കയ്യും കാലൊക്കെ നഷ്ടപ്പെട്ടു, എന്തോരം വേദന അവർ സഹിക്കുന്നുണ്ടാവും അല്ലേ? ഞാനതാണ് പെട്ടെന്ന് ആലോചിച്ചത്. ഈ ഒരു ചെറിയൊരു അപകടം പറ്റുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഞാൻ അവനെ ദൈവമേ എന്തൊരു വേദനയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി മൊത്തം നല്ല പെയിനായിരുന്നു. അപ്പോൾ ഇന്ന് 3rd ഡേ ആണ് ഉണ്ടായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും കൂടി റിലീഫ് ഉണ്ട്. 1 വീക്കാണ് റെസ്റ്റ് പറഞ്ഞേക്കണേ. അപ്പോൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി ഓക്കെ ആണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ അല്ല, ആ കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടി ദൈവം തുണച്ചു തന്നെ പറയാം. അപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. എന്ത് വണ്ടി ആയാലും പതുക്കെ പോയാൽ മതി. അതായത് പതുക്കെ പോയിട്ട് വരെ എനിക്ക് ഇങ്ങനെ തന്നെ ഉണ്ടായി. അപ്പോൾ വരാനുള്ളത് വഴിയിൽ തങ്ങൂല. പിന്നെ അത് മാത്രമല്ല, ചെറിയൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനും നമുക്ക് പറ്റും. അപ്പോൾ അത്ര തന്നെ. പിന്നെ എന്താ, നല്ലൊരു 1 വീക്ക് റെസ്റ്റ് വീട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും എന്നെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ
എന്തെങ്കിലും EFCയോ KFCയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാം, അത്ര തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ ബൈ.